ഹായ് എവ്രി വൺ. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. എങ്കിലും ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. ആ സിനിമ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു വീഡിയോ ചെയ്തേ പറ്റുമോ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഈ സിനിമ കാണാൻ അധികം ആളില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഇത്രയും നല്ലൊരു സിനിമ കാണാൻ അധികം ആളില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും പോയി ആ സിനിമ കാണുന്നെങ്കിൽ അത്രയും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയുടെ പേര് ഇത്തിരി നേരം. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത് റോഷൻ മാത്യുവും സെറീൻ ഷിഹാബും അഭിനയിച്ച സിനിമയാണ്. സിനിമയുടെ കഥ എന്ന് വെച്ചാൽ പണ്ട് കോളേജിൽ വെച്ച് പ്രണയിതാക്കളായിരുന്ന രണ്ട് പേര് പിന്നെ വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ എങ്ങനെയാണ് ഒരു ദിവസം ഒരു രാത്രി അവര് ഒരുമിച്ച് ചെലവിടുന്നതും അങ്ങനെ എങ്ങോട്ടൊക്കെ പോകുന്നു, അവരുടെ ജീവിതത്തിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആണ് ആ സിനിമയിലെ കഥ. എന്നാൽ ഒരു രാത്രിയിലെ കഥയെ ആ സിനിമയിലുള്ളൂ. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രീൻ പ്ലേ ആണ്. എനിക്ക് സ്ക്രീൻ പ്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അതിനകത്ത് വലിയ ഡ്രാമാറ്റിക് ആയിട്ടൊന്നുമില്ല. വെറുതെ രണ്ടുപേര് തിരിഞ്ഞ് സംസാരിക്കുന്നതാണ് കൂടുതൽ അതിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലുള്ളത്. രണ്ടുപേര് ഓരോ ലൊക്കേഷനിലിരുന്ന് സംസാരിക്കുന്നതായിട്ടാണ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ. എന്നാലും നമുക്കത് അവരുടെ തമ്മിലുള്ള ഒരു സ്നേഹവും ദേഷ്യവും പ്രശ്നങ്ങളും അതെല്ലാം നമുക്ക് മനസ്സിലാവുകയും ഇനി ഭാവിയിൽ എന്താണ്, എങ്ങനെ ആയിത്തീരും, ഇനി ആ ഒരു ഇൻട്രീഗ് ഉണ്ടാക്കും. ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഇൻട്രീഗ് എനിക്ക് തോന്നി. ഈ സിനിമയില് ഇമോഷൻസ് കാണിച്ചേക്കുന്നത് നല്ല റോ ആയിട്ടും മെച്ചുവർ ആയിട്ടും ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ട് കോംപ്ലിക്കേറ്റഡും ആയിട്ടൊക്കെയാണ്. അതായത് എല്ലാവർക്കും ഈ സിനിമ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടായിരിക്കും ഈ സിനിമയ്ക്ക് ഇത്രയ്ക്ക് ഹൈപ്പ് കുറവ്. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ല ഇന്റർനാഷണൽ ലെവൽ സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ആണെന്നാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ എല്ലാ ആസ്പെക്റ്റും. അതായത് കഥ, അഭിനയം, സംവിധാനം എന്നുള്ള 3 ആസ്പെക്റ്റും കൂടെ ഈ സിനിമ ചേർത്ത് പിടിച്ചു നിർത്തിയേക്കുകയാണ്. അത് നന്നായി ഈ സിനിമ വന്നിട്ടുണ്ട്. ഒട്ടും അമച്വർ ആണെന്നോ പുതിയ ഡയറക്ടർ ചെയ്തതാണെന്നോ ഒന്നും തോന്നില്ല. അത്രയ്ക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു മോറൽ ആസ്പെക്റ്റും കൂടെ ഉണ്ട്. അതായത് രണ്ടുപേരില് പ്രണയിതാക്കൾ കണ്ടുമുട്ടുന്നതില് അതിൽ ഒരാള് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച് വിവാഹം കഴിഞ്ഞ ആളാണ്. അപ്പൊ നമുക്ക് തോന്നും ഇയാള് വിവാഹം കഴിഞ്ഞിട്ടും പണ്ടത്തെ പ്രണയിതാവിനെ തേടി പോകുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ അവർക്കിടയിലുള്ള ആ ഒരു ലെഫ്റ്റ് ഓവർ സ്നേഹവും ആ ഒരു ബോണ്ടും നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ പറ്റും. അവർക്കുള്ള ദേഷ്യം, അവരുടെ ഇടയിലുള്ള ദേഷ്യം, വിഷമം, അവർ തമ്മിൽ ഒരുമിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നമുക്ക് ആ ഒരു വിഷമം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ എങ്ങനെയെങ്കിലും ഒരുമിച്ചാലോ നമുക്ക് മനസ്സിലാവും അവർക്ക് തമ്മിൽ സ്നേഹമുണ്ട്, നന്നായി സ്നേഹമുണ്ട്. വെച്ചാൽ റിയൽ പ്രണയമാണ് അവർക്ക് തമ്മിൽ ഇടയിലെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ സിനിമ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് അത് മനസ്സിലാക്കി എടുപ്പിക്കുന്നത്. അല്ലാതെ അതിനകത്ത് യാതൊരു ഇന്റിമസി സീനും ഒന്നും അത്ര കൂടുതലായിട്ടില്ല. നമ്മൾക്ക് ട്രെയിലറൊക്കെ കാണുമ്പോൾ ഉണ്ടെന്ന് തോന്നിപ്പോവും, ഇല്ല. പക്ഷെ അത് നന്നായി ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ നന്നായിട്ടുണ്ട്. അതായത് ഓരോ ക്യാരക്ടേഴ്സിനും അവരവരുടേതായ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്താണ് വെച്ചേക്കുന്നത്. അതായത് ഒരു സാധനം നമുക്ക് ഫോർ ഷാഡോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇയാളുടെ ഒരു ഫ്രണ്ട് എവിടെ ഉണ്ട്, ആ ഫ്രണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ പിന്നെ അയാൾ ഒരു കാര്യം പറയുമ്പോ നമുക്കത് ഇയാള് ഒരു ഡൗട്ട് അടിക്കും. ഈ കാര്യമാണോ പറയുന്നേ എന്നുള്ളൊരു ഡൗട്ട് അടിക്കും. പക്ഷെ ബിക്കോസ് അയാളുടെ കഥ മുമ്പ് നടന്ന കാര്യങ്ങൾ, അയാളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്നും പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നും ഈ ഡൗട്ട് അടിക്കുന്നത് ഈ ഒരു സ്വഭാവം ഇയാൾക്ക് ഉള്ളോണ്ടാണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ആ ഒരു സ്ക്രീൻ പ്ലേയുടെ ബ്രില്യൻസ് ആണത്.
ഈ സിനിമയില് ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, അതുകൊണ്ട് ഞാൻ ഈ സിനിമ തിരുവനന്തപുരത്ത് ലൊക്കേഷൻ തിരുവനന്തപുരമാണ് ഈ സിനിമയുടെ. അപ്പൊ ഈ ലൊക്കേഷനിൽ നമുക്ക് ഈ തിരുവനന്തപുരം മുഴുവൻ നന്നായി കാണിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ലൊക്കേഷനും മനസ്സിലാവും ഇത് ഇന്ന സ്ഥലമാണ് ഇന്ന സ്ഥലമാണെന്നുള്ളത്. അത് നന്നായി കാണിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കത് തിരുവനന്തപുരത്തുകാർക്ക് ഭയങ്കര സ്നേഹം തോന്നും ഈ സിനിമയുടെ ലൊക്കേഷനുകളോട്. നല്ല നൊസ്റ്റാൾജിയ അല്ല, നമ്മൾ പ്രസന്റ് ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മൾ എന്നും കാണുന്ന സ്ഥലങ്ങളെ ഈ സിനിമയിൽ ഇങ്ങനെ നന്നായിട്ട് കാണിച്ചേക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. അതുണ്ട്. പിന്നെ എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജിയോ ബേബി ഈ സിനിമയിലുണ്ട്. ജിയോ ബേബി ഒരു ഓട്ടോക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്, നന്നായി ചെയ്തിട്ടുണ്ട്. നന്ദു എന്നുള്ള ഒരു ആക്ടർ ഉണ്ട്, അദ്ദേഹവും തിരുവനന്തപുരം സ്ലാങ് ആണ് പറയുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ചിലവരൊക്കെ ഇച്ചിരി കൂടുതലായി പോയി എന്ന് പറയുന്നത് കേട്ടു, പക്ഷെ അത്രയ്ക്ക് തിരുവനന്തപുരം സ്ലാങ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയില്ല. കുറച്ച് ഓക്കെ ആയിരുന്നു, ഫണ്ണി ആയിരുന്നു കുറച്ച്. പിന്നെ റോഷനും സെറീനും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സെറീൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് സെറീന്റെ അഭിനയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫില്. പിന്നെ ഈ സിനിമ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നമുക്ക് വേറെ വേറെ സിനിമയാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഫസ്റ്റ് ഹാഫിൽ ഒരു ഫീലും സെക്കൻഡ് ഹാഫിൽ വേറൊരു ഫീലും ആണ്. പക്ഷെ അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ കൊള്ളാം, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു റിലേഷൻഷിപ്പ് ഡ്രാമ പോലെയാണ്, നന്നായി ഒരു സ്ലോ മൂവിങ് ആണെന്ന് ചിലവർക്ക് തോന്നും. പക്ഷെ എനിക്ക് സ്ലോ ഇഷ്ടപ്പെട്ടു. അതെനിക്ക് അവർ സംസാരിക്കുന്നതും അവരവിടെ ഇരുന്ന് അവരുടെ ഓരോ കാര്യങ്ങൾ പറയുന്നതും അവരുടെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് വരുമ്പം കുറച്ച് കോമഡി ആയിപ്പോവും, സിറ്റുവേഷണൽ കോമഡി പോലെയാണ് കുറച്ച്. അത് സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ആൾക്കാർക്ക് രസകരമായി തോന്നാൻ സാധ്യത. ബിക്കോസ് സെക്കൻഡ് ഹാഫ് കുറച്ച് കോമഡിയും കുറച്ച് കൂടുതൽ എൻഗേജിങ്ങുമാണ് ഫസ്റ്റ് ഹാഫിനെ കാട്ടി. അതുകൊണ്ട് ഈ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല, അത്രയ്ക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞ ലോകയെ കാട്ടി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെ. ലോക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ലോക ഞാൻ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അതിനെക്കാട്ടി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ലോക വെച്ച് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് ലോക വേറൊരു ടൈപ്പ് സിനിമയാണ്, രണ്ടൊരു ജോൺട്രയാണ്. പക്ഷെ എങ്കിലും എനിക്ക് കൂടുതൽ റിലേഷൻഷിപ്പ് ഡ്രാമ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം, റൊമാൻസ് സിനിമകളാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഒരു പേഴ്സണൽ ബയാസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ഈ സിനിമ ലോകയെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു. അതാണ് എനിക്ക് ഉദ്ദേശം പറയാൻ ഞാൻ ഹോണസ്റ്റ്ലി പറയുകയാണ്. സത്യമായിട്ട് എനിക്ക് ലോകയെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടു. ലോക ചീത്തയാണെന്നല്ല, ലോക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറെ ഇഷ്ടമാണ് ലോക. എന്നാൽ ഇത് എനിക്ക് ലോകയെക്കാട്ടി ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ 300 crore ക്രോസ് ചെയ്ത ലോകയാണ്. അതിനെക്കാട്ടി എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ഒരു ഹൈ എൻഡ് സിനിമയാണെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ ഇത് കാണാൻ ആരും ഇല്ലായിരുന്നു, കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു പേരൊക്കെ ഇടയ്ക്ക് എണീറ്റ് പോണതും കണ്ടു. അതൊന്നും എന്തോ അത് പോരാ, കൂടുതൽ ആൾക്കാർ വന്ന് കാണണം ഈ സിനിമ. അത്രയ്ക്ക് നല്ല സിനിമയാണ്, യങ്സ്റ്റേഴ്സിന് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഓൾഡർ ക്രൗഡിന് കുറച്ച് അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. യങ്സ്റ്റേഴ്സിന് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. കൂടുതൽ യങ് ജനറേഷൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സ്, കോളേജ് ആൾക്കാരോ അല്ലെങ്കിൽ ഇതേപോലെ 20s 30s ആൾക്കാർ വന്ന് കാണുക, അവർക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഇത്തിരി നേരം നല്ല സിനിമ ആണെന്ന് ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് തീരുന്നില്ല. അത്രയും ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമ ഇത്തിരി നേരം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എല്ലാവരും പോയി കാണുക. അപ്പോൾ ശരി, ഇനി അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കാണാം. എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം വീഡിയോസ്. ശരി, ബൈ.